ഡോക്ടേഴ്സും ഗവൺമെന്റ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഫയർ കൂടാതെ ആഘോഷിക്കും. ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി സഹകരണങ്ങൾ ഇതെല്ലാം പുറനാട്ടിലുള്ള ജനങ്ങളും കുട്ടികളും എല്ലാവരും ചേർന്ന് പൈസ കളക്ട് ചെയ്ത് ഈ സംഘടനയിൽ കൊടുക്കുന്നത് കൊണ്ടാണ്. അതായത് അവരുടെ സഹകരണത്തിന്റെ ആ വിലയാണ് നമുക്ക് ലഭ്യമാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സന്തോഷത്തെ പങ്കുചേരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചെറിയ സാക്രിഫൈസ് ചെയ്തുകൂടെ? യേശു വന്നതിന് ശേഷം ആ താലിത്തൊഴുത്ത് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ഭവനമായിട്ട് മാറി. നമുക്കറിയാം, നമുക്ക് നൽകാനായിട്ട് മാതാപിതാക്കൾ നല്ല ഭവനങ്ങളൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. ആ ഭവനത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ മറ്റ് ഒരാളും കൂടെ പ്രവേശിക്കണം, ക്രിസ്തു. ആ ക്രിസ്തു ഇല്ലായെങ്കിൽ നമ്മുടെ ഭവനത്തിൽ നിന്ന് മാറി. ഇന്നലെ കെനിയയിലെ രാജ്യത്തെയാണ് കാണിച്ചത്. അവിടെ സമ്പന്ന ആയിട്ടുള്ള കുറെ പ്രദേശങ്ങളുണ്ട്, ബാക്കിയെല്ലാം ദരിദ്രരായ കുട്ടികളും. ഇങ്ങനെ ഇപ്പോ കേരളത്തിലും ഇന്ത്യയിലും ഭിക്ഷ ചോദിക്കുന്ന വളരെ കുറച്ച് പേരാണുള്ളത്. നമുക്ക് പഴയ കാലത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഒരു 50-ൽ കുറയാത്ത ആളുകൾ ഇങ്ങനെ വീടുകളിൽ വരും.